ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് രേഷ്മ വിജയൻ. രേഷ്മ വിജയൻ വന്നിരിക്കുന്നത് വേറ്റനാട്. വേറ്റനാട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വേറ്റനാട്. രേഷ്മ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്നത് സജിൽ പാലോട്. സജിൽ പാലോട് ഈ കായിക രംഗത്തിൻ്റെ ഒരു അതോറിറ്റിയാണ്, എല്ലാം കാണാതെ പഠിച്ച് വെച്ചേക്കുകയാണ്. പിന്നെ ഒന്ന് നമ്മുടെ സൂരജാണ്. സൂരജ് പിന്നെ തിരുവനന്തപുരം മാർവാനീസ് കോളേജിൻ്റെ പ്രോഡക്റ്റാണ്. BSc MScയും അല്ലേ മാർവാനീസ് കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. കൺഗ്രാജുലേഷൻ. ഏകദേശം പല ടെസ്റ്റുകളിലും അടുത്തടുത്ത് എത്തിയിട്ടുണ്ട് സൂരജ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പരിചയപ്പെടൽ കഴിഞ്ഞു. പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സൂരജ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അത് എപ്പോഴും എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. സൂരജും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യോത്തര പരിപാടിയെ പോലെയുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. നമുക്ക് ഈ മാർക്ക് പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഓടക്കൂടൽ അവാർഡ് അറിയാം, നിങ്ങൾക്ക് പിന്നീട് മറ്റ് അവാർഡുകളൊക്കെ നിങ്ങൾ പറയും. പക്ഷേ സ്പോർട്സിൻ്റെ ഒരെണ്ണം വന്നാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിച്ച് കളയും. അപ്പം നമുക്കിതിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് തുടങ്ങുന്നത്. ഇത് പല പാർട്ടുകളായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ സ്പോർട്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ ഒരു ചെറിയ സ്റ്റേറ്റ്, ഏറ്റവും ഇന്ത്യയുടെ ഏറെക്കുറെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റേറ്റാണ് കേരളം. ആ കേരളം ലോകത്തിന് മാതൃകയാണ്, ഇന്ത്യക്ക് പ്രത്യേകിച്ച് മാതൃകയാണെന്ന് പറയേണ്ട കാര്യമില്ല. ആ സ്റ്റേറ്റിൽ ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൻ്റെ മാതൃകയിൽ ഒരു കായിക മാമാങ്കം നടന്നു. നമുക്ക് ഓരോ കേരളീയർക്കും അഭിമാനിക്കാനുള്ളതാണ്. അതിനെ പോലും തള്ളി പറയുന്ന ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരെ നമുക്ക് മനുഷ്യരെന്ന് പറയാൻ പറ്റില്ല, മരത്തിലൊക്കെ ചാടി കളിക്കേണ്ടവരാണ്. അത് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കേരളത്തിൻ്റെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒളിമ്പിയാഡ് പോലെയുള്ള ഒരു മത്സരം, ഇതിൽ നിന്ന് ആരെങ്കിലും തെളിഞ്ഞു വന്ന് ചിലപ്പോൾ ഭാവിയിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തേക്കാം. ശരിയല്ലേ? ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അത്ര ഒരു ഉത്സാഹമാണ് അതിന് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ആ തുടങ്ങുന്ന ആൾ, നിങ്ങൾ ആരാണ് തുടങ്ങണമെന്ന് എനിക്കറിയില്ല, ആ തുടങ്ങുന്ന ആൾ കേരള സ്കൂൾ ഒളിമ്പിയാഡ് അതെവിടെ നടന്നു, അതാര് ഉദ്ഘാടനം ചെയ്തു, സമാപന സമ്മേളനം എന്താണ്, അതിൻ്റെ ചിഹ്നം എന്താണ്, കേരളത്തിലെ സംസ്ഥാന കായിക ദിനമെന്നാണ്, സംസ്ഥാന കായിക രംഗത്തെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ്, ദേശീയ സ്പോർട്സ് ദിനമെന്നാണ്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു അവതരണത്തോടു കൂടി, അവതരണഗാനം എന്നൊക്കെ പറയില്ലേ, അവതരണത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. തുടങ്ങിയാൽ എന്താ? ആരാണ് തുടങ്ങുന്നത്? ശരി, സൂരജാണ് തുടങ്ങാൻ പോകുന്നത്. ഇവർ മൂന്നുപേരും കായിക രംഗത്തിൻ്റെ എക്സ്പേർട്സുകളാണ്. ശരി, തുടങ്ങിക്കോളൂ. ഡിയർ ഫ്രണ്ട്സ്, സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരള ഒളിമ്പിയാഡ് അല്ലെങ്കിൽ കേരള സ്പോർട്സ് മീറ്റാണ് പറയുന്നത്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് നടന്നത് കൊച്ചിയിലാണ്. ഇനി കൊച്ചി എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ കൊച്ചിയിലാണ് സ്പോർട്സ് മീറ്റ് നടന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി അത് ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉണ്ട്, അതെ. തൊഴിൽ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടിയാണ്. മണ്ഡലം ചോദിച്ചാൽ നിയമമാണ്. അതേസമയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ചോദിക്കുന്നതെങ്കിൽ പ്രൊഫസർ ആർ ബിന്ദു ആണ്. ഇരിങ്ങാലക്കുട മണ്ഡലം, തൃശ്ശൂർ ജില്ലയിൽ. ബാക്കി പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഇപ്പോൾ എത്ര മന്ത്രിമാരുണ്ട്? 21 മന്ത്രിമാരുണ്ട്. ശരി, ആദ്യത്തെ മന്ത്രിസഭയിൽ കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? 11 മന്ത്രിമാരുണ്ടായിരുന്നു. എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? 11 മന്ത്രിമാരുണ്ടായിരുന്നു. മന്ത്രിമാർ എത്ര ശതമാനമേ പാടുള്ളൂ? 15 ശതമാനമേ പാടുള്ളൂ. അപ്പോൾ തുടരാം. നമ്മളിതിനിടയ്ക്കൊരു ചെറിയ ഓണത്തിന് കുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെയാണ്. ഓക്കെ. അപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ചോദിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് ആ ദീപം തെളിയിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും PR ശ്രീജേഷൻ ചേർന്നായിരുന്നു. അപ്പോൾ എന്താണ് PR ശ്രീജേഷിന്റെ ഇതിലെ പ്രസക്തി? അദ്ദേഹമാണ് ബ്രാൻഡ് അംബാസിഡർ. സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു ചോദിച്ചാൽ അത് PR ശ്രീജേഷ് ആയിരുന്നു. PR ശ്രീജേഷ് നിങ്ങൾക്കറിയാം, ഹോക്കി താരമാണ് PR ശ്രീജേഷ്. അദ്ദേഹം 2020-ലും 2024-ലും ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ പുരുഷ ഹോക്കി ടീമിലെ അംഗമായിരുന്നു PR ശ്രീജേഷ്. മലയാളി താരമാണ്. 16 അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ. അത് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ജേഴ്സി നമ്പർ എത്രയാണ്? 16.
അത് ഊരി വെച്ചു. അതെ അതെ, അത് പിൻവലിക്കുകയുണ്ടായി. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആ 16 എന്നുള്ള ജേഴ്സി നമ്പർ ഇനി ആർക്കും നൽകില്ല, അത് ശ്രീജേഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പം ഉദ്ഘാടനം പറഞ്ഞു. ഇനി ആ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്താരെന്ന് ചോദിച്ചാൽ മലയാളത്തിന്റെ പ്രമുഖ നടൻ മമ്മൂട്ടിയാണ് പങ്കെടുത്തത്. ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മമ്മൂട്ടിയായിരുന്നു മുഖ്യ അതിഥി. അതേസമയം ഇനി സമാപന ചടങ്ങ് കൂടെ പറയാം. സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്താരെന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? ധർമ്മടം. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ല. ആദ്യത്തെ ജലബഡ്ജറ്റ് തയ്യാറാക്കിയ മണ്ഡലം ധർമ്മടമാണ്. ചോദിച്ചല്ലേ? അതെ, ചോദിച്ചതാണ്. അതിനുശേഷം നമ്മൾ വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ചാമ്പ്യന്മാര്, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കായിരുന്നു ചോദിക്കാം. ഒളിമ്പിയാഡിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല തിരുവനന്തപുരം. അതേസമയം അത്ലറ്റിക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത്ലറ്റിക്സിൽ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയ്ക്കാണ് അത്ലറ്റിക്സിന്റെ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത്. തിരുവനന്തപുരമാണ്. ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചാമ്പ്യൻഷിപ്പുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മളിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭാഗ്യചിഹ്നം എന്തായിരുന്നു ചോദിച്ചാൽ തക്കുടു. അടുത്ത പരീക്ഷയ്ക്ക് കുറിച്ച് വെച്ചോ അല്ലേ? അതെ, തക്കുടു അണ്ണാനാണ്. തക്കുടു എന്ന് പറഞ്ഞ അണ്ണാനാണ്, സ്കുറൽ. അപ്പൊ ആ തക്കുടു ആയിരുന്നു ഇത്തവണത്തെ ഭാഗ്യചിഹ്നം എന്നിവിടെ ഓർത്ത് വയ്ക്കുക. ഇനി സാറ് പറഞ്ഞൊരു പോയിന്റ് ആണ്, കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് ചോദിച്ചാൽ GV രാജ. ആ GV രാജ എന്ന് PSC പിന്നെ എടുത്ത് ചോദിച്ചു. എന്താണ് അദ്ദേഹത്തിന്റെ ഫുൾ ഫോം? ഗോദവർമ്മ രാജ എന്ന് തന്നെ ചോദിച്ചു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണത്. ഗോദവർമ്മ രാജ എന്നറിയപ്പെടുന്നതാണ് GV രാജയുടെ ഫുൾ ഫോം. അപ്പൊ അദ്ദേഹം ജനിച്ച ദിവസം ചോദിച്ചാൽ ഒക്ടോബർ 13, 1908. ഒക്ടോബർ 13, 1908. അതുകൊണ്ട് ആ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനം. ഓഗസ്റ്റ് 29. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഹോക്കി താരമാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ദ ഗോൾ. ശരി, അപ്പൊ ആയിക്കോട്ടെ. നിങ്ങൾ ഈ 1908 ഒക്ടോബർ 13 പിന്നെ GV രാജ ജനിച്ചു എന്ന് പറഞ്ഞു. ഈ 1908 ഇന്ത്യ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വർഷം. എന്താണ്? ഖുദിറാം ബോസിനെ തൂക്കിക്കൊന്നതാണ്. തൂക്കിക്കൊന്ന് അതിനോടൊപ്പം മരിച്ച വേറെ ആളുടെ പ്രഫുല്ല ചാക്കി ആത്മഹത്യയാണ് ചെയ്തത്. ഖുദിറാം ബോസിനെ തൂക്കിക്കൊന്നു. മുസാഫൂർ ഗൂഢാലോചന കേസിലാണ്. ഏത് ജഡ്ജിയാണ് കൊല്ലാൻ ശ്രമിച്ചത്? കിങ്സ്ഫോർഡ് എന്ന ജഡ്ജിയെ വെടിവെച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് ബീഹാറിൽ. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. പക്ഷെ ആ കേസിൽ ഖുദിറാം ബോസിനെ പിടിച്ച് തൂക്കിക്കൊന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി 18 വയസ്സ് 8 മാസം 8 ദിവസം ജീവിച്ചിരുന്നു. അങ്ങനെയാണോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്? നിങ്ങളുടെ പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾക്ക് 25 കോടി 30 കോടിയൊക്കെയാണ് അസറ്റ്. ഏത് തൊഴിലുറപ്പിന് പോയതാണോ എന്ന് എനിക്കറിയില്ല. അല്ലേ? നമുക്ക് ഇത്രയും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഞാൻ 35 വർഷം സർക്കാർ സർവീസിലായിരുന്നു. എനിക്കൊരു വീട് വയ്ക്കാൻ വേണ്ടി ഏകദേശം 30 വർഷം ഞാൻ ലോൺ അടച്ചു. അതേസമയം ഒരു പ്രവൃത്തിയും ചെയ്യാത്ത ഇന്ത്യയിലെ ചില മനുഷ്യർക്ക് 25 കോടി 30 കോടിയൊക്കെയാണ്. ഇവർ തൊഴിലുറപ്പ് പരിപാടിക്ക് പോയാണോ ഈ രൂപ ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. എന്തോ അക്രമമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. പറയും. അപ്പോൾ നമ്മൾ മുസാഫർപൂർ പറഞ്ഞു. മുസാഫർപൂർ ഏത് സംസ്ഥാനത്താണ്? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കിങ്സ്ഫോർഡ്. ആ കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് 1908. അദ്ദേഹം 18 വർഷം 8 മാസം 8 ദിവസം മാത്രമാണ് ജീവിച്ചത്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആയിരുന്നു ഖുദിറാം ബോസ്. ഗോദവർമ്മ രാജ ജനിച്ചത് 1908 ഒക്ടോബർ 13 ആയതുകൊണ്ടാണ് നമ്മൾ ഖുദിറാം ബോസിലേക്ക് എത്തിയത്. അതെ, ശരി. അപ്പോ കേരള ഒളിമ്പിയാഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്റ്റുഡൻസിന്റെ? വേറെ എത്രയാണ് ഒളിമ്പിയാഡിനെ കുറിച്ച് ഇപ്പൊ പറയാനുള്ളത്? അടുത്ത പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, തക്കുടു ആയിരിക്കും ചോദിക്കുന്നത്. അതെ, ഭാഗ്യചിഹ്നം ചോദിച്ചാൽ തക്കുടു എന്ന അണ്ണാൻ. അത് സംശയമുണ്ട്. പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. പിന്നെ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ നിന്ന് ആദ്യത്തെ സ്വർണം കിട്ടിയത്
ഹോക്കിക്കാണ്. അതെ. നമുക്ക് ഇയാളടുത്ത് ചോദിക്കാം, ആ ഹോക്കിയിൽ എന്നാണ് ആദ്യം സ്വർണം കിട്ടിയത്? ഈ നാളിതുവരെ ഹോക്കിക്ക് ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചിട്ടുണ്ട്? ശരി. ആദ്യമായിട്ട് ഇന്ത്യക്ക് ഹോക്കിയിൽ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടുന്ന 1928 അങ്ങനെ 8 തവണ സ്വർണം കിട്ടിയിട്ടുണ്ട്. ഹോക്കിയിൽ ആകെ കിട്ടിയ മെഡലുകളുടെ എണ്ണം 814 എന്ന കോഡ്. അതായത് 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം. 814 ആയിരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ വയനാട്ടുകാർക്ക് കാര്യമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. വയനാട് കുറെ വിദ്യാഭ്യാസം കിട്ടണം ആൾക്ക്. വേണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. അതായത് നാളിതുവരെ ഇന്ത്യക്ക് 8 സ്വർണം കിട്ടി, അതാണ് 8. പിന്നെ 14, 1 വെള്ളി, 4 വെങ്കലം, അതാണ് 814 എന്നുള്ള കോഡ് നമ്മൾ ഇവിടുത്തെ സുഹൃത്തുക്കൾ പഠിക്കുന്നത്. 813 PSC ചോദിച്ചു, ഓർമ്മയുണ്ട? 813 ചോദിച്ചു. ശരി. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ നടത്താം. എന്താ പറയണം? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ. റിപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്. നമ്മുടെ ഈ ക്ലാസ് കണ്ട നമ്മുടെ സുഹൃത്തുക്കൾ, ഞങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്കും അറിയാമോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് സജിൽ പാലോട് നിന്ന് തന്നെ തുടങ്ങാം. എന്ത് സജിലേ, പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാ? BC 776. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 70 വയസ്സായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് അറിയാം. വേറെ നിങ്ങളത്രയൊന്നും ഇതിനകത്തല്ല, നിങ്ങൾ ഇത് വൈദഗ്ധ്യമുള്ളവരാണ്. പിന്നെ ഈ 776 ചോദിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത് AD 776, BC 776. BC-യിലാണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്. അപ്പോൾ 776 BC-യിലാണ് പ്രാചീന ഒളിമ്പിക്സ് ആരംഭിച്ചത്. നമ്മളെ സുഹൃത്തുക്കൾക്കെല്ലാം മനസ്സിലായോ? വയനാട്, ഞാൻ വയനാടിനെയാണ് ആദ്യം പറയുന്നത്. വയനാട്, മലപ്പുറം, അടുത്ത് മലപ്പുറം പറയാം, പിന്നെ കാസർഗോഡ്, അവർക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ധാരണ. ശരി, അടുത്തത് ഞാൻ സജിലിൻ്റെ അടുത്ത് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. സജിൽ പാലോട്. സജിലേ, പ്രാചീന ഒളിമ്പിക്സ് നിരോധിച്ച രാജാവ് ആരാണ്? തിയോഡീഷ്യസ് ഒന്നാമൻ. എന്ന് AD 393. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? ആധുനിക ഒളിമ്പിക്സ് 1896. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചു. ഒളിമ്പിക്സ് എത്ര വർഷത്തിലൊരിക്കലാണ്? 4 വർഷത്തിലൊരിക്കലാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പിയറി ഡി ക്യൂബർട്ടിൻ. ഫ്രാൻസ് ആണ് രാജ്യം. ഒളിമ്പിക്സ് ഉടലെടുത്തത് ഗ്രീസിലാണ്. ഗ്രീസിന്റെ തലസ്ഥാനം ഏതാണ്? ഏതൻസ് ആണ്. ഏതൻസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആധുനിക ഒളിമ്പിക്സിന്റെ അപ്പോൾ ആധുനിക ഒളിമ്പിക്സ് 1896 തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? ഈ ആധുനിക ഒളിമ്പിക്സ് 1896 തുടങ്ങിയത് ഇവിടെ തന്നെയാണ്, ഏതൻസിൽ തന്നെയാണ്. ഗ്രീസിലെ ഏതൻസിൽ തന്നെയാണ് തുടങ്ങിയത്. ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒളിമ്പിക്സിന് 3 തവണ വേദിയാകുന്ന ആദ്യത്തെ നഗരം ഏതാണ്? ലണ്ടൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. 3 പ്രാവശ്യം നമ്മളും ഒളിമ്പിക്സ് നടത്താനുള്ള ശ്രമം നടത്തുകയാണ്. 2036 ഒളിമ്പിക്സിന് ഒരു വേദി, അതൊക്കെ രാജ്യത്തിന്റെ ഒരു പ്രസ്റ്റീജാണ് അല്ലേ? 3 പ്രാവശ്യം ഒളിമ്പിക്സിന് വേദിയായ, 4 വർഷത്തിലൊരിക്കലാണല്ലോ വേദിയായ ഒരു രാജ്യമുണ്ട്, ലണ്ടൻ. ലണ്ടൻ. ഏതൊക്കെയാണ് ഒളിമ്പിക്സ് എന്ന് ഓർമ്മ? 1908, 1948, 2012. 1908 പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്ന് കുതിരാൻ ബോസിനെ തൂക്കിക്കൊന്നു. പിന്നെ GV രാജ ജനിച്ചു ഒക്ടോബർ 13. 1948 പ്രത്യേകത എന്താണ്? 48 ഇസ്രായേൽ രൂപീകരിച്ച വർഷം. ഇസ്രായേൽ രൂപീകരിച്ച സിലോണിന് സ്വാതന്ത്ര്യം കിട്ടി. 1948. പിന്നെ UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി 1948 ഡിസംബർ 10. ഗാന്ധിജി വെടിവെച്ചു 1948 ജനുവരി 30. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. ഗാന്ധിജിയെ 2 പ്രാവശ്യം അടുത്തടുത്ത് ഗാന്ധിജിക്ക് നേരെ വധശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. 1948 ജനുവരി 20, 1948 ജനുവരി 30. ഈ 1948 ജനുവരി 20 എന്നുള്ളത് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം LDC-യിൽ ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 1948 ജനുവരി 20 അദ്ദേഹത്തെ വധിക്കാൻ നടത്തി. ബിർള ഹൗസിന് മുമ്പിൽ. ആ ബോംബ് പറഞ്ഞതാണ് മദൻലാൽ പഹുവ ബോംബ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനെ വധിക്കാൻ പറ്റില്ല. 30 അദ്ദേഹത്തെ വധിച്ചു. വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ബാരിറ്റായിരുന്നു തോക്കുപയോഗിച്ച്. ഈ 2012 ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വളരെ വളരെ പ്രധാനപ്പെട്ടത്.
പോക്സോ നിയമം പോക്സോ നിയമം പോക്സോ നിയമം വരുന്നത് എന്താണ്? 2012. അതേസമയം പോക്സോ ഭേദഗതി വന്നത് 2019. 2019. പോക്സോയിലെ കുട്ടികൾക്ക് എത്ര വയസ്സ് വരെയാണ്? 18 വയസ്സിന് താഴെ. പോക്സോയിൽ 18 ബാലവേലയ്ക്കാണ് 14. 14 വയസ്സ്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ ഒളിമ്പിക്സിന് ആദ്യ വേദിയായ 3 പ്രാവശ്യം വേദിയായ പട്ടണമാണ് ലണ്ടൻ. തേംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊള്ളും. തേംസ് നദി ലണ്ടൻ എന്ന് പറഞ്ഞ UK, യുണൈറ്റഡ് കിങ്ഡം. ശരിയല്ലേ? അടുത്തത് ഒളിമ്പിക്സിന്റെ വേദികളെ കുറിച്ചാണ്. ആദ്യമായി 3 പ്രാവശ്യം ഒളിമ്പിക്സിന് വേദിയായ രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്രിട്ടനാണ്. രണ്ടാമത് 3 പ്രാവശ്യം വേദിയായ രാജ്യം ഏതാണ്? രാജ്യം ഫ്രാൻസ് ആണ്. പാരീസിലാണ് 3 തവണ നടക്കുക. 1900 നടന്നു. 924, 2024. എല്ലാം പാരീസിൽ നടന്നു. 1924 2024 100 വർഷം അല്ലേ? അതായത് 1924 കഴിഞ്ഞിട്ട് പിന്നെ 100 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒളിമ്പിക്സ് വേദി എവിടെ എത്തി? പാരീസിലെത്തി. 1924 CK ലക്ഷ്മണൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന മലയാളി. 110 മീറ്റർ ഹാർഡിൽസ്. CK ലക്ഷ്മൺ. ശരി, 1924. ശരി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 2 പ്രാവശ്യം 3 തീരെ വെച്ച് 2 രാജ്യങ്ങളിൽ നടന്നു നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 3 തീരെ നടക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2 തീരെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സജിലിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്. ഒളിമ്പിക്സ് നാളിതുവരെ അമേരിക്കയിൽ എത്ര തീരെ നടന്നിട്ടുണ്ട്? അമേരിക്കയിൽ 2 പ്രാവശ്യമാണ്. ഏതൊക്കെയാണ് നടന്നത്? 1932, 1984. 84 നടന്നു. 84 നമ്മൾ മറ്റൊരു പ്രത്യേകത ഉണ്ട്. 1984 ലോസ് ഏഞ്ചൽസ് PT ഉഷ ഫൈനലിലെത്തുന്ന ആദ്യ വനിത. ആ ഒളിമ്പിക്സിൽ തന്നെയാണ് ഷൈനി വിൽസന്റ് സെമി ഫൈനലിൽ എത്തുന്ന ആദ്യ വനിതയായിട്ട് മാറിയത് 800 മീറ്ററിൽ. ശരി. ഇനി അമേരിക്കയിൽ ഒളിമ്പിക്സ് നടക്കുന്ന എപ്പോഴാണ്? 2028. അപ്പൊ 3 പ്രാവശ്യം അമേരിക്കയിലാണ്. അപ്പൊ 2028 കൂടി 3 പ്രാവശ്യം വീത ഒളിമ്പിക്സ് നടന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്കയിൽ 2028 കൂടെ നടക്കണം. അപ്പോഴേ 3 പ്രാവശ്യമാണ്. ഇനി ഈ T20യും അതുപോലെ തന്നെ ലോക ഫുട്ബോൾ മത്സരത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമോ? T20 വേൾഡ് കപ്പ് നടന്നത് അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. വിജയിയായ രാജ്യം ഇന്ത്യ. ഫൈനലിൽ എത്തിയത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ശരി, അതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയും. 2024 T20 വേൾഡ് കപ്പ് നടന്നത് അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. വിജയിച്ച രാജ്യം ഇന്ത്യ. റണ്ണേഴ്സ് അപ്പ് സൗത്ത് ആഫ്രിക്ക. ശരി. ഫൈനലിലെ താരം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ ഈ 3 കളിക്കാര് ഈ മത്സരത്തോടു കൂടി വിരമിച്ചു. ശരി. അപ്പൊ ഈ T20 മത്സരം നടന്നത് എവിടെ വെച്ചാണ്? അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. എവിടെ? അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടന്നത് 2 വേദികളായിരുന്നു. ഇനി ഫുട്ബോൾ മത്സരമാണെങ്കിലോ? 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന അമേരിക്ക, മെക്സിക്കോ, കാനഡ. 2026. ശരിയല്ലേ? ശരിയാണ്. ശരി, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് മാർച്ച് ഫാസ്റ്റ് നടത്തിയ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. വർഷം? 2024 പാരീസ് ഒളിമ്പിക്സ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സ് മാർച്ച് ഫാസ്റ്റിൽ ആദ്യം നിൽക്കുന്ന രാജ്യം ഏത്? അവസാനം നിൽക്കുന്ന രാജ്യം ഏത്? ആദ്യം നിൽക്കുന്ന ഗ്രീസാണ്. ഒളിമ്പിക്സ് ഉടലെടുത്ത രാജ്യം. അവസാനം നിൽക്കുന്ന രാജ്യം ആദ്യത്തെ രാജ്യം ഏതാണ്? ഏത് രാജ്യത്ത് വെച്ച് നടക്കുന്നത് ആ രാജ്യമായിരിക്കും ഏറ്റവും അവസാനം നിൽക്കുന്നത്. ശരി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ശരി. ചരിത്രത്തിൽ ആദ്യമായി കാണികളില്ലാതെ നടന്ന ഒളിമ്പിക്സ് ഏതാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സ്. 2020 ടോക്കിയോ ഒളിമ്പിക്സ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാം. ചരിത്രത്തിൽ ആദ്യമായി കാണികളില്ലാതെ നടന്ന ഒളിമ്പിക്സ് ഏത്? 2020 ടോക്കിയോ ഒളിമ്പിക്സ്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയും. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ കാണികൾ ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? കൊറോണ ബാധിച്ചുകൊണ്ടാണ്. COVID-19 ഈ രാജ്യത്തെ മുഴുവൻ, എല്ലാ ലോകത്തെ മുഴുവൻ തന്നെ നടുക്കിയ കൊറോണ ബാധിച്ചുകൊണ്ടാണ് അന്ന് കാണികളെ ഒഴിവാക്കി മത്സരങ്ങൾ നടത്തിയത്. ടോക്കിയോ എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് ടോക്കിയോ. അന്ന് ഇന്ത്യക്ക് കിട്ടിയ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 48ാം സ്ഥാനമാണ്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം, അങ്ങനെ ആകെ 7 മെഡലാണ് ഇന്ത്യ നേടിയത്. അതെ, 2024 പറയും.
6 മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത്. 1 വെള്ളി 5 വെങ്കലം, അങ്ങനെ 6 മെഡലാണ് കിട്ടിയത്. സ്ഥാനം ചോദിച്ചാൽ 71 സ്ഥാനത്താണ്. 2024 പാരീസിൽ 2020 നമ്മൾ 48 48 നമ്മൾ 71 സ്ഥാനം. ശരി, അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? പാരീസ് ഏത് നദിയുടെ തീരത്താണ്? സീൻ നദിയുടെ തീരത്താണ് ഈ പിന്നെ അതുപോലെ തന്നെ കോവിഡ് ഉടലെടുത്ത ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ചൈനയിൽ എവിടെയാണ്? വുഹാൻ. കുറച്ച് ആളായത് പറഞ്ഞു. ചൈനയിലെ വുഹാൻ. ഇന്ത്യയിൽ എവിടെയാണ് കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്? കേരളത്തിലാണ്. കേരളത്തിൽ. ഇന്ത്യയിലെ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂരാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ശരി. ബ്രിട്ടന്റെ കീഴിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 1900-ലാണ്. ഏത് ഒളിമ്പിക്സില്? പാരീസ് ഒളിമ്പിക്സ്. സമ്മാനം വല്ലതും കിട്ടിയാൽ കിട്ടി. 2 വെള്ളി മെഡൽ നോർമൻ പ്രിച്ചാർഡ് നേടി തന്നു. പ്രിച്ചാർഡ് നേടി. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അടുത്തത്, ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യം മെഡൽ നേടിയ വ്യക്തി ആരാണ്? നോർമൻ പ്രിച്ചാർഡ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അതെ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി മെഡൽ നേടിയ വ്യക്തി ആരാണ്? KD ജാദവ്. ഏതിലാണ് കിട്ടിയത്? ഗുസ്തി താരമാണ്. ഏത് ഒളിമ്പിക്സില്? 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ്. ഹെൽസിങ്കി ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഫിൻലാൻഡിന്റെ തലസ്ഥാനമാണ് ഹെൽസിങ്കി. സന്തോഷ സൂചികയിൽ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം, ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ശരി, ഫിൻലാൻഡ്. സജിൽ, ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിയറി ഡി ക്യൂബർട്ടിനാണ് ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത്. 1920 ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് പതാക ഉയർത്തുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ്? കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ കരുത്തോടെ അവസാനം ചേർത്ത് ഒന്നിച്ച് ടുഗദർ ചേർത്ത ഏത് ഒളിമ്പിക്സിലാണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ശരി, അത് ചോദിക്കാൻ. ഈ ആപ്തവാക്യം കൊണ്ടുവന്നത് 1924 ഒളിമ്പിക്സിലാണ്. 24 ഒളിമ്പിക്സിലാണ് ആപ്തവാക്യം കൊണ്ടുവന്നത്. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെള്ള നിറമാണ്. അതേസമയം UN പതാകയുടെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ഒളിമ്പിക്സ് പതാക വെള്ള നിറത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ ഒളിമ്പിക്സ് പതാകയിൽ ഇങ്ങനെ ചേർത്ത് കോർത്തിട്ടിരിക്കുന്ന എത്ര വളയങ്ങളും? 5 വളയങ്ങളുണ്ട്. ആ 5 വളയങ്ങളും അതിൻ്റെ നിറവും അത് റെപ്രസെന്റ് ചെയ്യുന്ന കോണ്ടിനൻസ് പറയാമോ? ലാസ്റ്റ് ഗ്രേഡിന് ചോദിക്കാം, അല്ലാതെ ഡിഗ്രിക്കൊന്നും ഇത് പ്രതീക്ഷിക്കണ്ട. ഒളിമ്പിക്സ് പതാകയിൽ 5 വളയങ്ങളാണുള്ളത്. അത് ഓരോന്നിനും ഓരോ നിറമാണ്. അത് ഓരോ ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ ചുവപ്പ് വളയം പ്രതിനിധീകരിക്കുന്നത് അമേരിക്കയാണ്. ശരി. നീല വളയമാണെങ്കിൽ അത് യൂറോപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരി. മഞ്ഞ വളയം ഏഷ്യ റെപ്രസെന്റ് ചെയ്യുന്നു. ശരി. പച്ച വളയം ഓസ്ട്രേലിയ റെപ്രസെന്റ് ചെയ്യുന്നു. കറുപ്പ് വളയം ആഫ്രിക്ക ഭൂഖണ്ഡത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നു. ചുവപ്പ് മറന്നുപോകാതിരിക്കാനുണ്ട്. പണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വളയങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി ചുവപ്പ് അമേരിക്കയ്ക്കാണ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ, വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കൂടെ ചേർത്താണ് അമേരിക്കൻ ഭൂഖണ്ഡം. നമുക്ക് ഇവിടെ പറയാൻ പറ്റും. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡം അമേരിക്ക അതിനകത്താണ്. വടക്കേ അമേരിക്കയിലാണ് അമേരിക്ക, മെക്സിക്കോ, കാനഡ. അമേരിക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ചുവപ്പ്, ഇപ്പം ചുവപ്പടയാളം ഏതിനെയാണ്? അമേരിക്കൻ ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ യൂറോപ്യൻ രാജ്യക്കാർക്ക് സമുദ്രം എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ്. സമുദ്രത്തിൻ്റെ നിറം ഏകദേശം ഒരു നീല നിറമാണ്. അതുകൊണ്ട് നീല നിറം. കറുത്ത ഭൂഖണ്ഡം, ഇരുളടഞ്ഞ ഭൂഖണ്ഡം എന്ന് വിളിക്കുന്ന ഇതിനാണ് ഡാർക്ക് കോണ്ടിനെന്റ്സ്, ആഫ്രിക്ക. ഇനി ഏഷ്യയിൽ മഞ്ഞ. ഈ ശ്രീനാരായണ ഗുരു ഭക്തന്മാര് ഉപയോഗിക്കുന്ന വസ്ത്രം എന്ത് നിറമാണ്? മഞ്ഞ നിറം. അതുകൊണ്ട് മഞ്ഞ ഏഷ്യ വെച്ച് പിടിക്കുക. ഒരു പച്ചപ്പോട് കൂടി കിടക്കുന്നതാണ് ഏത്? ഓസ്ട്രേലിയ. അങ്ങനെ പച്ച നിറവുമായി. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഒളിമ്പിക്സിൽ ചേർന്ന ആദ്യ ടീം കായിക ഇനം ഏതാണ്? കായിക, അതായത് ടീമിന് ഏതാണ്? ഫുട്ബോളിൽ എത്ര പേരാണ് മത്സരിക്കുന്നത്? 11 പേരാണ്. ക്രിക്കറ്റിലോ? 11. പിന്നെ ഹോക്കിയിലോ? 11 പേരാണ് മത്സരിക്കുന്നത്. ശരിയല്ലേ? ശരി. ഒരു അന്തർദേശീയ ഫുട്ബോൾ കളിയുടെ സമയം എത്ര? 90 മിനിറ്റാണ്. ആദ്യമായി വനിതകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. പങ്കെടുത്ത എല്ലാ രാജ്യങ്ങൾക്കും
വനിതകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെ നിന്നും വനിതകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 2012 ലണ്ടൻ ഒളിമ്പിക്സ്. 2012 ലണ്ടൻ ഒളിമ്പിക്സ്. ഈ 2000 ഒളിമ്പിക്സ് എവിടെ വെച്ചായിരുന്നു? സിഡ്നി. 2008 ബീജിംഗ്. 2012 ലണ്ടൻ. 2016 റിയോ ഡി ജനീറോ. 2020 ടോക്കിയോ. 2024 പാരീസ്. 2028 ലോസ് ഏഞ്ചൽസ്. 2032 ബ്രിസ്ബെയിൻ എവിടെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ് ബ്രിസ്ബെയിൻ അല്ലേ? നിങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കുകയാണ്. വെരിഫൈ. അടുത്തത് ആദ്യമായി ദീപശിഖ ഉൾപ്പെടുത്തിയത് ഏത് ഒളിമ്പിക്സിലാണ്? 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. ഒരിക്കൽ കൂടി, ആദ്യമായി ദീപശിഖ ഏർപ്പെടുത്തിയത് ഏത് ഒളിമ്പിക്സിലാണ്? 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. ബെർലിൻ എവിടെയാണ്? ജർമ്മനി. ഓർമ്മയുണ്ടല്ലോ, ജർമ്മനി. ശരി. ആദ്യമായി TV സംപ്രേഷണം ചെയ്ത ഒളിമ്പിക്സ് ഏതാണ്? അതും 1936 സംപ്രേഷണം ചെയ്തത് 1936 ബെർലിൻ ഒളിമ്പിക്സ്. ശരി. ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉയർത്തിയ ഒളിമ്പിക്സ് ഏതാണ്? 1920 ഒളിമ്പിക്സിലായിരുന്നു. ശരിയല്ലേ? അടുത്തത് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഏതാണ്? 1894 ജൂൺ 23. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകൃതം 1894 ജൂൺ 23. അതുകൊണ്ട് തന്നെ ജൂൺ 23 ഒളിമ്പിക് ദിനം. ജൂൺ 23 ഒളിമ്പിക് ദിനം. നമുക്ക് കാശ്മീരുടെ ഈ ജൂൺ 23 PSC പരീക്ഷയ്ക്ക് ഇന്ത്യയിൽ ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ലോക വിധവാ ദിനം ജൂൺ 23. ജൂൺ 23 ലോക വിധവാ ദിനം. ഇനി പ്ലാസി നടന്നത് 1757 ജൂൺ 23. പ്ലാസി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ ഒളിമ്പിക്സ് ദിനം ഏതാണ്? ജൂൺ 23. ജൂൺ 26 പ്രത്യേകത എന്താണ്? ദേശീയ ലഹരി വിരുദ്ധ ദിനം. ദേശീയ ലഹരി വിരുദ്ധ ദിനമാണ് ജൂൺ 26. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ദിമിത്രിയസ് വിഗേലസ്. ഒന്നുകൂടെ പറയൂ. ദിമിത്രിയസ് വിഗേലസ്. ശരി, സമ്മതിച്ചു. അടുത്ത ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസെയിൻ. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം ലൂസെയിൻ, സ്വിറ്റ്സർലാൻഡ്. ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ലൂസെയിനിലാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നിലവിൽ വന്നതെന്നാണ് 1927. 1927 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ വന്നത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ്. ഈ 1927 എന്ന് കേട്ടപ്പോൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൈമൺ കമ്മീഷനെ പ്രഖ്യാപിച്ചത് 1927. 1927. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി വനിത PT ഉഷ. പയ്യോളി എക്സ്പ്രസ് ആരാണ്? PT ഉഷ. ഗോൾഡൻ ഗേൾ ആരാണ്? PT ഉഷ. PT ഉഷ ഇപ്പോ ലോക്സഭാ അംഗമാണോ രാജ്യസഭാ അംഗമാണോ MLA ആണോ? രാജ്യസഭാ അംഗമാണ്. ഈ രാജ്യസഭാ അംഗം എവിടെ തിരഞ്ഞെടുത്തതാ? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തതാണ്. ഈ പ്രസിഡന്റ് നോമിനേഷൻ നമ്മൾ സ്വീകരിച്ച അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭാ നോമിനേഷൻ നമ്മൾ സ്വീകരിച്ച എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ആദ്യമായി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം കിട്ടിയത് 1928 അന്ന് പറഞ്ഞതാണ്. അന്നത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ്. അപ്പൊ 1928 ഒളിമ്പിക്സിൽ നമുക്ക് സ്വർണം കിട്ടി. ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ജയ്പാൽ സിംഗ്. അടുത്തത്, ഇന്ത്യക്ക് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെള്ളി മെഡൽ ലഭിച്ചത് എന്നാണ്? 1960. എങ്ങനെയാണ് ലഭിച്ചത്? പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചു. അപ്പൊ അന്ന് സ്വർണം കിട്ടിയത് ആർക്കാ? പാകിസ്ഥാനാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏത്? ദ ഗോൾ. ഇന്ത്യക്ക് അവസാനമായി ഹോക്കിയിൽ സ്വർണം ലഭിച്ചത് എന്നാണ്? 1980 മോസ്കോ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഇന്ത്യക്ക് എത്ര സ്വർണം ലഭിച്ചിട്ടുണ്ട്? 8 സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. ഏത് ഒളിമ്പിക്സിലാണ്? 1924 പാരീസ് ഒളിമ്പിക്സിൽ.
അടുത്തത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ്. ശരിയല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് 1972. പിന്നെ അതേസമയം PR ശ്രീജേഷിനും മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അത് ഹോക്കി രണ്ട് പ്രാവശ്യം. 2 മലയാളികൾക്കാണ് കിട്ടിയത്. ഏതൊക്കെയാണ് 2 മലയാളികൾ? ആദ്യത്തെ ആള് മാനുവൽ ഫെഡറിക് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ, അത് ഹോക്കിയിൽ തന്നെയായിരുന്നു, വെങ്കല മെഡലായിരുന്നു. അതുപോലെ രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ് ആണ്. 2020 24 ഒളിമ്പിക്സിലും ഹോക്കി ടീമിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിന് വെങ്കലമാണ് ലഭിച്ചത്. ശരിയല്ലേ? അടുത്തത് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഈ ഇടയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചു. തിരുവല്ലൂർ പപ്പൻ, തെമ്മാട തിരുവല്ല പപ്പൻ എന്നാണ് ഞാൻ വായിച്ചത്. അത് ശരി, പറഞ്ഞോളൂ. തിരുവല്ല പപ്പൻ, തെമ്മാട മാത്യു വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഒരിക്കൽ കൂടെ വ്യക്തമായിട്ട് പറയൂ. തെമ്മാട മാത്യൂസ് വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് ഓർമ്മിച്ച്. പങ്കെടുത്തത് 1948 ഒളിമ്പിക്സ് ആണ്. ശരി. അപ്പൊ ഇവിടെ ഒരു വിശേഷാൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒളിമ്പിക്സിൽ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? തിരുവല്ലൂർ പപ്പൻ. അയാൾ യഥാർത്ഥ പേര്? തെമ്മാട മാത്യൂസ് വർഗീസ്. അടുത്തത് ഒളിമ്പിക്സിൽ ഫുട്ബോളിൽ പങ്കെടുത്ത രണ്ടാമത്തെ മലയാളി ആരാണ്? PB മുഹമ്മദ് സാലി 1952 ഒളിമ്പിക്സ്. കോട്ടയം സാലി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാം. കോട്ടയം സാലി പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫുട്ബോളിലാണ് പങ്കെടുത്തത് 1952. ശരിയല്ലേ? ശരിയാണ്. ഇനി 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? SS നാരായൺ 1956-60. 1956 ഒരു ഏഷ്യൻ ടീം ആദ്യമായിട്ട് ഫുട്ബോളിൽ സെമി ഫൈനലിൽ എത്തുന്നുണ്ട്. അത് ഇന്ത്യൻ ടീമാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആദ്യമായി ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സെമി ഫൈനൽ ഷൈനി വിൽസൺ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. ലോസ് ഏഞ്ചൽസ് ഏത് രാജ്യത്താണ്? അമേരിക്ക. ഏത് ഐറ്റത്തിലാണ് സെമി ഫൈനലിൽ എത്തിയത്? 800 മീറ്റർ ഓട്ടം. അടുത്തത് സാർ, അതുപോലെ തന്നെ 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചതും ഈ ഷൈനി വിൽസൺ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? PT ഉഷ. ഏത് ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ്. ഏത് ഇനം? 400 മീറ്റർ ഹഡിൽസിലാണ് പങ്കെടുത്തത്. ശരി. PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ്? 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ശരി, റഷ്യയിലാണ്. ശരി. അടുത്തത് പയ്യോളി എക്സ്പ്രസ് എന്ന് വിളിക്കുന്ന ആരെയാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരി. ഏത്? 2000 സിഡ്നി ഒളിമ്പിക്സ്. എന്താണ് കിട്ടിയത്? വെങ്കലമാണ് കിട്ടിയത്. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. കർണം മല്ലേശ്വരി. ശരി. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയില് ആദ്യ വ്യക്തിഗത വെള്ളി മെഡൽ നേടിയ വ്യക്തി ആരാണ്? ആദ്യമായിട്ട് വ്യക്തിഗത വെള്ളി മെഡൽ നേടിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആണ്. ഇനം ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് താരമാണ്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ. അടുത്തത് പിന്നീട് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യക്കാരനാരാണ്? അഭിനവ് ബിന്ദ്ര. ഏത് ഒളിമ്പിക്സ്? ഏതിനാ? 2008 ബീജിംഗ് ഒളിമ്പിക്സ്. ബീജിംഗ് ചൈനയിലാണ്. ഷൂട്ടിംഗ് തന്നെയാണ്. 10 മീറ്റർ. അതെ. ശരി. ഇന്ത്യക്കായി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടുന്ന അത്ലറ്റ് ആരാണ്? അത് ചോദിച്ചാൽ നീരജ് ചോപ്രയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ. നീളം എത്രയാണ്? 87.58 മീറ്റർ. 87.58 മീറ്റർ. ഏത് ദിവസമാണ് എറിഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഓഗസ്റ്റ് 7. അതുകൊണ്ട് തന്നെ ദേശീയ ജാവലിൻ ത്രോ ഡേ ഓഗസ്റ്റ് 7 ആണ്. കൈത്തറി ദിനവും ഓഗസ്റ്റ് 7 തന്നെയാണ്. 37ാമത് ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ് ആണ്. 2024 ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാലോ? 2024 ഒളിമ്പിക്സ് എന്നോ 33ാമത് ഒളിമ്പിക്സ് എന്നോ ചോദിച്ചാൽ അത് പാരീസ് ഒളിമ്പിക്സ് തന്നെയാണ്. പറയാനുള്ളത്. അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു? ഫിജ് ആയിരുന്നു. ഫിജസ് എന്നോ കാണും. ശരി.
അങ്ങനെയാണെങ്കിൽ മെഡൽ പട്ടികയിൽ 2024 ഒളിമ്പിക്സിലെ മെഡൽ പട്ടികയിൽ 1, 2, 3, 4 സ്ഥാനങ്ങളിൽ ആർക്കൊക്കെ? ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ്, രണ്ടാം സ്ഥാനം ചൈന, മൂന്നാം സ്ഥാനം ജപ്പാൻ, നാലാം സ്ഥാനം ഓസ്ട്രേലിയ, അഞ്ചാം സ്ഥാനം ആതിഥേയ രാജ്യം അതായത് ഫ്രാൻസ് ആണ്, 71 സ്ഥാനത്താണ് ഇന്ത്യ എത്തിയത്. അതിനകത്ത് PSC അവിടുന്ന് വീണ്ടും എടുത്തു ചോദിച്ച ചോദ്യം 40 വീതം സ്വർണം നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയും ചൈനയുമാണ്. ഒന്നാം സ്ഥാനം കിട്ടിയ രാജ്യത്തിനും രണ്ടാം സ്ഥാനം കിട്ടിയ രാജ്യത്തിനും 40 വീതം സ്വർണമാണ് കിട്ടിയത്. അത് PSC ചോദിച്ചതാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ 2024? 71. ഇന്ത്യക്ക് ലഭിച്ച ആകെ മെഡലുകൾ എത്ര? 6. എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം? സ്വർണം നമുക്ക് ലഭിച്ചില്ല, 1 വെള്ളി 5 വെങ്കലം. ശരി, ഈ വെള്ളി മെഡൽ ലഭിച്ചത് ആർക്കാണ്? നീരജ് ചോപ്ര. അദ്ദേഹം എത്ര ദൂരമാണ് ജാവലിംഗ് ത്രോ എറിഞ്ഞത്? 89.45 മീറ്റർ. അദ്ദേഹം എത്ര മീറ്ററാണ് ജാവലിംഗ് എറിഞ്ഞത്? 89.45 മീറ്റർ. ശരി, പിന്നെ ജാവലിംഗ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് അടുത്ത പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറിച്ചിട്ടോ പറയും. അർഷാദ് നദീം. ഈ അർഷാദ് നദീം എവിടത്തുകാരനാ? പാകിസ്ഥാൻ. എറിഞ്ഞ ദൂരം എത്രയാണ്? 92.97 മീറ്റർ. 97 മീറ്റർ. ഈ അർഷാദ് നദീം വാർത്താ പ്രാധാന്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പാകിസ്ഥാൻകാരനായിരുന്നു. അത് അപ്പോൾ സ്വർണം കിട്ടി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജാവലിൻ വാങ്ങാനുള്ള ക്യാഷ് കയ്യിലില്ല. ഈ പാകിസ്ഥാൻ ചെറുപ്പക്കാരൻ കയ്യിലില്ല. അതുകൊണ്ട് നീരജ് ചോപ്രയാണ് ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഈ ജാവലിൻ വാങ്ങാനുള്ള. അതാണ് അന്നത്തെ വാർത്താ പ്രാധാന്യം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് അർഷാദ് നദീം. നിങ്ങൾ നോക്കിക്കുക, ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും, തീർച്ചയാണ്. ചിലപ്പോൾ ദൂരെ ചോദിക്കാം. 92.97 മീറ്റർ. അതെ, 92.97. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം, പാകിസ്ഥാന്റെ ആദ്യത്തെ വ്യക്തിഗത സ്വർണം. പാകിസ്ഥാന്റെ ആദ്യത്തെ വ്യക്തിഗത സ്വർണം നേടിയതും ആർക്കാണ്? അർഷാദ് നദീമിനാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരാള് 2024 ഒളിമ്പിക്സിലെ 1 വെള്ളിയും 5 വെങ്കലവും ഒന്ന് വ്യക്തമായി പറയുന്നത് നല്ലതാണ്. നമ്മുടെ ആളിനത് കേൾക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കത് അറിയാമോ? നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ അത് ആരാണ് പറയാൻ പോണത്? ശരി, പറഞ്ഞോളൂ. അപ്പോൾ 6 മെഡലാണ് ഇന്ത്യക്ക് ആകെ കിട്ടിയത്. അതിൽ 1 വെള്ളി കിട്ടിയത് നീരജ് ചോപ്രയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജാവലിൻ ത്രോ ആണ് 89.45 മീറ്റർ. ഇനി രണ്ടാമത്തെ മെഡല്, ഇനിയുള്ളതെല്ലാം വെങ്കല മെഡലാണ്, 5 വെങ്കല മെഡൽ. ആദ്യത്തെ വ്യക്തിഗത മെഡൽ കിട്ടിയത് മനു ഭാക്കറിനാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് താരമാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന താരം ആരെന്ന് ചോദിച്ചാലും മനു ഭാക്കർ തന്നെയാണ്. 10 മീറ്റർ ഷൂട്ടിങ്ങിലാണ് പങ്കെടുത്തത്. ഇനി ഈ ഒളിമ്പിക്സിൽ 2024 ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടുന്നത് ആരെന്ന് ചോദിച്ചാലും മനു ഭാക്കറാണ്. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടിയതും മനു ഭാക്കറാണ്. ഹരിയാന സ്വദേശിയാണെന്നൂടെ ഓർക്കുക. അപ്പൊ 2 മെഡലായി. ഇനി മൂന്നാമത്തെ മെഡൽ ഒരു ടീമിനത്തിൽ കിട്ടിയതാണ്. അത് മനു ഭാക്കറും സരബ്ജോത് സിംഗും ചേർന്നുള്ളൊരു സഖ്യത്തിനാണ് കിട്ടിയത്. അത് ചോദിച്ചാലും 10 മീറ്റർ ഷൂട്ടിംഗ് തന്നെയാണ്. അപ്പോൾ ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു ടീമിനത്തിൽ മെഡൽ നേടിത്തന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാലും മനു ഭാക്കറും സരബ്ജോത് സിംഗുമാണ്. ഇനി അടുത്ത് 3 മെഡലായി. 4ാമത്തെ മെഡൽ നേടിത്തന്നത് സ്വപ്നിൽ കുഷാലെ മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഇനം ചോദിച്ചാലും ഷൂട്ടിംഗ് തന്നെയാണ്. എത്ര മീറ്റർ എന്നായിരിക്കും അത് മാറി വരിക? 50 മീറ്റർ ഷൂട്ടിങ്ങിലാണ് പങ്കെടുത്തത്. 50 മീറ്റർ. അടുത്ത 5ാമത്തെ താരമാണ് അമൻ ഷെരാവത്ത്. ഏതിനമാണെന്ന് ചോദിച്ചാൽ ഗുസ്തി താരമാണ്. 57 കിലോഗ്രാം ഇനത്തിലാണ് മത്സരിച്ചത്. ഇനി സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ താരം, മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചാലും അമൻ ഷെരാവത്താണ്. അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അമൻ ഷെരാവത്ത്. ഇനി 6ാമത്തെ മെഡൽ ചോദിച്ചാൽ അത് ഹോക്കിയാണ്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം. ആ ടീമിനെ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് സിംഗ്. അതേസമയം അതിൽ പങ്കെടുത്ത മലയാളി താരമാണ് PR ശ്രീജേഷ്. ശരി, അപ്പോൾ ഈ മനു ഭാക്കർ ഇപ്പോൾ ഏതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്?
തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസഡറാണ് മനു ഭാക്കർ. അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, തുറമുഖത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ സർബാനന്ദ സോനോവാൾ ആണ്. സോനോവാൾ ആസാമിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതെ അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ PR ശ്രീജേഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? PR ശ്രീജേഷ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ്. ഈ ജോയിന്റ് ഡയറക്ടർ ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ. അടുത്തത്, പിന്നെ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത മൊത്തം അംഗങ്ങൾ എത്രയാണ് ഒളിമ്പിക്സ്? 117 താരങ്ങൾ. അതിൽ 70 പുരുഷന്മാരും 47 സ്ത്രീകളുമായിരുന്നു. ഏത് ഒളിമ്പിക്സ് പങ്കെടുത്തത്? 2024. എത്രാമത്തെ ഒളിമ്പിക്സ്? 33ാമത്തെ ഒളിമ്പിക്സ് നടന്നത് എവിടെയാ? പാരീസിലാണ്. കേരളത്തിൽ നിന്ന് ആകെ പങ്കെടുത്ത വ്യക്തികൾ എത്ര? 7 പേരാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. എവിടെ? പാരീസ് ഒളിമ്പിക്സിൽ. എത്രാമത്തത്? 33ാമത്തത്. ശരി, സമ്മതിച്ചു. അടുത്തത്, PR ശ്രീജേഷിന്റെ ആത്മകഥ എന്താണ്? ഫെയ്ത്ത് ബിഹൈൻഡ് ദ ഗ്രിൽ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ എത്രയാണ്? 16. ശരി. പിന്നെ വേറെന്താണ് നമുക്ക് പറയാനുള്ളത്? ക്വസ്റ്റ്യൻസ് ചോദിക്കും. 5-6 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതിയ ഇനമായിട്ട് ചേർത്തത് ബ്രേക്ക് ഡാൻസ് ആണ്. പുതിയ ഇനമായിട്ട് ചേർത്തത് ചോദിക്കാം. അപ്പൊ ഇനി ആ ബ്രേക്ക് ഡാൻസിൽ മെഡൽ നേടിയ ആരെന്ന് ഇവിടെ പഠിക്കണം. അമി യുവാസ, AMIYUASA. അപ്പൊ ഇനി അമി യുവാസ ഏത് രാജ്യത്തു നിന്നുള്ള താരമാണെന്ന് ചോദിച്ചാൽ ജപ്പാൻ താരമാണ് അമി യുവാസ. ബ്രേക്ക് ഡാൻസ് ആണ് പുതുതായിട്ട് ചേർത്തത്. 7 മലയാളികൾ പങ്കെടുത്തു. ആ മലയാളികളുടെ പേരൂടെ നമുക്ക് നോക്കാം. 4 പേര് റിലേ ടീമിലുണ്ടായിരുന്ന മലയാളികളാണ്. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ, അതെ, ഒരു ഐറ്റം. മുഹമ്മദ് അനസ്, രണ്ടാമത്തെ താരം മുഹമ്മദ് അജ്മൽ, മൂന്നാമത്തെ താരം മിജോ ചാക്കോ കുര്യൻ, നാലാമത്തെ താരം അമോജ് ജേക്കബ്. അപ്പൊ ഈ 4 പേരും റിലേ ടീമിലുള്ള അംഗങ്ങളാണ്. ഇനി 5ാമത്തെ താരമാണ് HS പ്രണോയ്. ഏതാണെന്ന് ചോദിച്ചാൽ ബാഡ്മിന്റൺ താരമായിരുന്നു. 6ാമത്തെ താരമാണ് PR ശ്രീജേഷ്, ഹോക്കി താരം. ഇനി 7ാമത്തെ താരമാണ് അബ്ദുള്ള അബൂബക്കർ, ട്രിപ്പിൾ ജമ്പ് താരമാണ്. അവിടെയുള്ള കറണ്ട് അഫെയർ ഫാക്റ്റ് ആണ് 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാലും അബ്ദുള്ള അബൂബക്കറാണ്. ഈ ജിമ്മി ജോർജിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ജിമ്മി ജോർജ് ഇന്ത്യക്ക് പുറത്ത് ഒരു വോളിബോൾ പ്ലെയർ ആണ്. സംഭവിച്ചു അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. എവിടെ വെച്ച്? ഇറ്റലിയിൽ വെച്ച്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എവിടെ? തിരുവനന്തപുരത്താണ്. ഇനി ബാക്കി പറയും. ഇന്ത്യക്ക് പുറത്ത് ഒരു സ്റ്റേഡിയം, അതായത് ഇറ്റലിയിൽ ജിമ്മി ജോർജിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്. അതുപോലെ തന്നെ ജിമ്മി ജോർജിന്റെ പേരിൽ ഒരു ടൂർണമെന്റ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് വോളിബോൾ കളിക്കാൻ പോയ ആദ്യ പ്ലെയറും ജിമ്മി ജോർജാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യരാക്കപ്പെട്ട രാജ്യങ്ങൾ. അയോഗ്യരാക്കപ്പെട്ട പ്രധാന രാജ്യമാണ് റഷ്യയും ബെലാറസുമാണ് അയോഗ്യരാക്കപ്പെട്ട രാജ്യങ്ങൾ. അല്ല, ബെലാറസ് പഠിക്കുമ്പോൾ ഹങ്കർ ഇൻഡെക്സിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ പട്ടിണി സൂചികയിൽ ഏറ്റവും പട്ടിണി കുറഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ബെലാറസ് ആണ്. ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയ ഇനങ്ങൾ ഏതൊക്കെയാണ്? ക്യാഷ് പ്രൈസ് ഏർപ്പെടുത്തിയ ഇനങ്ങളാണ് അത്ലറ്റിക്സും ബോക്സിങ്ങും. ഗുസ്തി ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം? അത് വിനേഷ് ഫോഗട്ട്. ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട്. നമുക്കറിയാം 50 കിലോഗ്രാം ഇനത്തിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്. എന്നാൽ 100 ഗ്രാം ഫൈനലിന് തൊട്ട് മുമ്പ് ഭാരം പരിശോധിച്ചപ്പോൾ 100 ഗ്രാം കൂടിയതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ടു. ഇനി നിലവിൽ വിനേഷ് ഫോഗട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിൽ നിന്നുള്ള MLA ആണ് വിനേഷ് ഫോഗട്ട്. കോൺഗ്രസ് MLA ആണ്. അതെ, അത് ഏത് മണ്ഡലമാണെന്ന് ചിലപ്പോൾ കയറി ചോദിക്കാം. ഹരിയാനയിലെ എന്ന മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് വിനേഷ് ഫോഗട്ട്. ഇനി കുറച്ച് കളിക്കാരും ഏത് ഇനവുമായിട്ടാണ് ഒളിമ്പിക്സ് വരുന്നത്? മണിക ബത്ര ഏത് കായികം? മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമാണ്. ലക്ഷ്യ സെൻ ബാഡ്മിന്റൺ താരമാണ്. ലക്ഷ്യ സെന്നിനെ കുറിച്ച് ഓർക്കേണ്ട പോയിന്റ്, ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തുന്ന പുരുഷ താരം തന്നെ ഓർക്കുക. കാരണം വനിതാ താരങ്ങൾ ഇതിനു മുമ്പ് മെഡൽ നേടിയിട്ടുണ്ട്. സൈന നെഹ്വാളും നമ്മുടെ PV സിന്ധു എല്ലാം മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ സെമി ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ പുരുഷ താരമാണ് ലക്ഷ്യ സെൻ. ദീപ കർമാർക്കർ ഈ ഒളിമ്പിക്സോടെ വിരമിച്ച താരമാണ്. ജിംനാസ്റ്റിക്സ് താരമായിരുന്നു ദീപ കർമാർക്കർ.
രോഹൻ ബൊപ്പണ്ണ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും പ്രായമേറിയ താരമാണ്. ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. ദിനിതി ദേശിങ്കു ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ദിനിതി ദേശിങ്കു. ദിനിതി ദേശിങ്കുടെ ഇനം ചോദിച്ചാൽ നീന്തലാണ്, സ്വിമ്മിങ്. 100 മീറ്റർ പുരുഷ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. പുരുഷ വിഭാഗത്തിൽ 100 മീറ്ററിൽ 1ാം സ്ഥാനം നേടിയത് നോഹ ലൈൽസ് ആണ്. നോഹ ലൈൽസ് അമേരിക്കൻ താരമാണ്. ഓടിയ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 9.784 സെക്കൻഡാണ്. ഈ പരീക്ഷയ്ക്ക് ഈ പറയുന്നതിൽ ചോദിക്കാൻ പറ്റിയത് 100, അതായത് 2024 പാരീസ് ഒളിമ്പിക്സ് 33ാമത്. അതെ, അവിടുത്തെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയും രാജ്യവും എടുത്ത സമയവും ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ചോദിക്കാം. ഇപ്പൊ നമ്മളെ ആളുകൾക്ക് എന്ത് പറഞ്ഞാലും രാജ്യം ഭൂഖണ്ഡം പറഞ്ഞിട്ടേ അടങ്ങും. അതൊക്കെയാണ് നമ്മളെ കൾച്ചർ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പഠിച്ച ഒരു കുട്ടിയെ മനസ്സിലാക്കണമെങ്കിൽ അവന് രാജ്യം പറഞ്ഞാൽ ഭൂഖണ്ഡം പറഞ്ഞിരിക്കും, തലസ്ഥാനവും പറഞ്ഞിരിക്കും, ഇല്ലേ? നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അല്ലാതെ നിങ്ങൾ ഉത്തരം വിളിച്ചു പറയാൻ ജനിച്ചവരല്ലല്ലോ. പറയൂ. അപ്പൊ നോഹ ലൈൽസ് ആണ്, അമേരിക്കൻ താരമാണ്. 9.784 സെക്കൻഡ്. 2ാം സ്ഥാനത്തെത്തിയത് കിഷെയിൻ തോംസൺ, ജമൈക്കൻ താരമാണ് കിഷെയിൻ തോംസൺ. ഓടിയ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 9.789 സെക്കൻഡ്. അപ്പൊ വേണം അവരവരുടെ ചുവര് ഒക്കെ ഒരു കടലാസിൽ എഴുതി ഒട്ടിക്കുക. 100 മീറ്റർ പുരുഷ ഓട്ടക്കാരൻ, 100 മീറ്റർ വനിതാ ഓട്ടക്കാരി, രാജ്യം, ഭൂഖണ്ഡം, എടുത്ത സമയം. അപ്പോൾ 9.789 9.784 ഇതിന്റെ സമയ വ്യത്യാസമാണ് എക്സാമിന് ചോദിച്ചത്. 0.005 സെക്കൻഡാണ് സമയ വ്യത്യാസം. വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് 100 മീറ്റർ ഓട്ടത്തിൽ. വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ജൂലിയൻ ആൽഫ്രഡ്. സെയിന്റ് ലൂസിയ എന്ന രാജ്യത്ത് നിന്ന് ഉള്ള താരമാണ്. സെയിന്റ് ലൂസിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മെഡൽ നേടിയത് ആരെന്ന് ചോദിച്ചാലും ജൂലിയൻ ആൽഫ്രഡ് ആണ്. സെയിന്റ് ലൂസിയ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡമാണ്. അതെ, സെയിന്റ് ലൂസിയ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡമാണെന്നൂടെ ഓർത്ത് വയ്ക്കുക. 2ാം സ്ഥാനം കിട്ടിയ 100 മീറ്റർ ഓട്ടത്തിൽ 2ാം സ്ഥാനം കിട്ടിയത് ഷക്കാരി റിച്ചാർഡ്സൺ. 2ാം സ്ഥാനത്തെത്തിയത് ഷക്കാരി റിച്ചാർഡ്സൺ ആണ്. അമേരിക്കയിലെ താരമാണ് ഷക്കാരി റിച്ചാർഡ്സൺ. എടുത്ത സമയം 10.87 സെക്കൻഡ്. ആദ്യം പറഞ്ഞ ആള് എടുത്തത് 10.72 സെക്കൻഡാണ്. ജൂലിയൻ ആൽഫ്രഡിന്റെ സമയം ചോദിച്ചാൽ 10.72 സെക്കൻഡ്. അതേസമയം ഷക്കാരി റിച്ചാർഡ്സന്റെ സമയമാണ് ചോദിക്കുന്നതെങ്കിൽ 10.87 സെക്കൻഡ്. പുരുഷ ടെന്നീസിൽ സ്വർണം നേടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച്. ഏത് രാജ്യത്തിന്റെ താരമാണെന്ന് ചോദിച്ചാൽ സെർബിയയുടെ താരമാണ്. സെർബിയ ഒരു യൂറോപ്യൻ രാജ്യമാണ്. നൊവാക് ജോക്കോവിച്ച്. അവിടെ ഒരു ഓർക്കേണ്ട പോയിന്റ്, ഗോൾഡൻ സ്ലാം നേടിയ ഈ ഒളിമ്പിക്സോടെ ഗോൾഡൻ സ്ലാം നേടിയ താരമാരെന്ന് ചോദിച്ചാൽ അത് നൊവാക് ജോക്കോവിച്ച് ആണ്. എന്താണ് ഗോൾഡൻ സ്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, ഈ 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസും ഒളിമ്പിക് സ്വർണവും നേടുന്നവർക്ക് കൊടുക്കുന്നതാണ് ഗോൾഡൻ സ്ലാം. അതേസമയം ഈ 5 പുരസ്കാരങ്ങളും ഒരു വർഷം തന്നെ, അതായത് ഇപ്പോൾ 2024 എന്നൊരു വർഷം എടുത്താൽ ആ വർഷം തന്നെ ഈ 5 പുരസ്കാരവും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പറയുന്നത് കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നാണ്. ഒരു വർഷം തന്നെ കിട്ടുന്നുണ്ട് കലണ്ടർ ഗ്രാൻഡ് സ്ലാം. അതേസമയം നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയത് കരിയർ ഗ്രാൻഡ് സ്ലാം ആണ്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തുള്ള കരിയർ ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയതുകൊണ്ടാണ് കരിയർ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ നൊവാക് ജോക്കോവിച്ചിന് കലണ്ടർ ഗ്രാൻഡ് സ്ലാം ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അദ്ദേഹത്തിന് കിട്ടിയത് കരിയർ ഗ്രാൻഡ് സ്ലാം ആണ്. കരിയർ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുമ്പോൾ കരിയറിൽ എപ്പോഴെങ്കിലും വർഷങ്ങളിൽ കിട്ടിയാൽ മതി. 5 കിട്ടിയാൽ മതി. അതുപോലെ തന്നെ 13ാമത്തെ വ്യക്തിയാണ് കരിയർ ഗ്രാൻഡ് സ്ലാം കിട്ടുന്ന 13ാമത്തെ വ്യക്തിയാണ് നൊവാക് ജോക്കോവിച്ച്. കരിയർ ഗോൾഡൻ സ്ലാം നേടുന്ന 13ാമത്തെ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു കിട്ടിയ ആർക്കാ? സ്റ്റെഫി ഗ്രാഫ് ജർമ്മനി താരമാണ്. അതുപോലെ ഒളിമ്പിക്സിൽ പുരുഷ ടെന്നീസിൽ ഈ സ്വർണ്ണ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയാണ് നൊവാക് ജോക്കോവിച്ച്. പോൾ വോൾട്ടിൽ സ്വർണം നേടിയ താരമാണ് അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. 6.25 മീറ്റർ ചാടിയ താരമാണ് അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്.
അർമാൻഡോ ഡ്യൂപ്ലാന്റിസ് ആണ് പോൾ വാൾട്ടിൽ സ്വർണം നേടിയ താരം. ഏത് രാജ്യത്തു നിന്നുള്ള താരമായിരുന്നു? സ്വീഡന്റെ താരമായിരുന്നു അർമാൻഡോ ഡ്യൂപ്ലാന്റിസ്. 6.25 മീറ്റർ. സ്വീഡന്റെ തലസ്ഥാനം ഏതാണ്? സ്റ്റോക്ക്ഹോം. ഈ നാറ്റോയിൽ സ്വീഡനുമായിട്ടല്ലോ ഉണ്ട്. നാറ്റോയിൽ അംഗത്വം നേടുന്ന 32ാമത്തെ രാജ്യം, അല്ലെങ്കിൽ നാറ്റോയിൽ ഇപ്പോൾ അവസാനമായിട്ട് അംഗത്വം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാലും സ്വീഡനാണ് 32ാമത്തെ രാജ്യം. 1949 ഏപ്രിൽ 4. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം. ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. 32. രാജ്യങ്ങൾ എല്ലാം നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കാണ്. 31 ഫിൻലാൻഡ്. 31 ഫിൻലാൻഡ്, 32 സ്വീഡൻ. അടുത്തതായിട്ട് ഈ അർമാൻഡോ ഡുപ്ലാന്റിസിന്റെ കാര്യം പറയുമ്പോൾ ഒളിമ്പിക് റെക്കോർഡ് കൂടെയായിരുന്നു, അതായിരുന്നു അതിന്റെ പ്രസക്തി. അടുത്തത് ഇനി ഒളിമ്പിക്സിൽ തുടർച്ചയായി 5 തവണ സ്വർണം നേടിയ ഗുസ്തി താരം. മിഹിയൽ ലോപ്പസ്. ഏത് രാജ്യക്കാരൻ? രാജ്യം ക്യൂബ. ക്യൂബ എവിടെയാണ്? ക്യൂബ. ഹനോയ് തലസ്ഥാനം. ഹനോയ് തലസ്ഥാനം. അടുത്തത് പുരുഷ ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യം. പുരുഷ ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യം സ്പെയിൻ. സ്പെയിൻ. തലസ്ഥാനം മാഡ്രിഡ്. കാളപ്പോരുകളുടെ നാട്. കാളപ്പോര് നടക്കുന്ന സ്ഥലം മാഡ്രിഡ്, സ്പെയിൻ. ശരി, അടുത്തത്. അതുപോലെ തന്നെ 2030 വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ വേദി റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബെർണബ്യൂ ആണ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് 2030 വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്ന വേദി എന്ന് പറയുന്നത് സാന്റിയാഗോ ബെർണബ്യൂ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അതെവിടെയാണ്? അത് മാഡ്രിഡിലാണ്. മാഡ്രിഡ് സ്പെയിനിലാണ്. സ്പെയിൻ. അപ്പോൾ 2030 വേദികൾ ഏതൊക്കെയാണ്? 2030 വേദികൾ എന്ന് പറയുമ്പം അർജന്റീന, പെറു, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 5 ഭൂഖണ്ഡങ്ങൾ. അതായത് 100 വർഷം തികയണമുണ്ട്. വേൾഡ് കപ്പിന് 100 വർഷമാണ്. അതുകൊണ്ട് 3 ഭൂഖണ്ഡങ്ങൾ വെച്ചാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? അർജന്റീന, പെറു, മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഈ അർജന്റീനയുടെ തലസ്ഥാനം ഏതാണ്? അർജന്റീന ഏത് ഭൂഖണ്ഡത്തിലാണ്? അർജന്റീന തെക്കേ അമേരിക്കൻ. തലസ്ഥാനം ബ്യൂണസ് ഐറിസ്. ശരി, അടുത്ത് പറഞ്ഞ ഏതാണ്? പെറു. തെക്കേ അമേരിക്ക. തലസ്ഥാനം ലിമ. ആൻഡീസ് പർവ്വതത്തിൽ കൂടെ ചേർന്ന് കിടക്കുകയാണ്. അടുത്ത ഏതാണ് പറഞ്ഞത്? മൊറോക്കോ. ആഫ്രിക്കൻ രാജ്യം. റാബത്ത് തലസ്ഥാനം. നിങ്ങൾ ചക്രവർത്തി സാറിനെ കണ്ടാലും ഇല്ലെങ്കിലും ഏത് രാജ്യം പറഞ്ഞാൽ അത് ഏത് ഭൂഖണ്ഡത്തിലാണ്, തലസ്ഥാനം ഏതാണ്, ഏത് നദിയുടെ തീരത്താണ് അറിയാന്നുള്ള മൊത്തം പറയണം. നിങ്ങൾ ഉത്തരം വിളിച്ചു പറയാൻ ഞാൻ സമ്മതിക്കില്ല. തീർച്ചയായും നിങ്ങളെ ഉള്ളിൽ തട്ടി കാര്യങ്ങൾ പറയണം. അടുത്തതാണ് പോർച്ചുഗൽ. യൂറോപ്യൻ രാജ്യമാണ്. ലിസ്ബൺ. പോർച്ചുഗലിലെ ഒരു വ്യക്തിയാണ് യുഎൻഒയുടെ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ്. ശരി, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. അടുത്ത പറയും. അടുത്തത് സജിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. സജിൻ, 776 BC പിന്നീട് ഒളിമ്പിക്സ് ആരംഭിച്ചു. ആ ഒളിമ്പിക്സ് ആരംഭിച്ച് ഇങ്ങോട്ട് വരികയാണ്. 1896 ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചു. പിയർ ലീ കുബർട്ടിൻ അതിന് നേതൃത്വം കൊടുത്തു. എന്നാൽ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഒളിമ്പിക്സ് മുടങ്ങിപ്പോയ വർഷങ്ങൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ട്? 1916 1-ാം ലോക മഹായുദ്ധം കാരണം ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നില്ല. അത് കഴിഞ്ഞ് 1-ാം ലോക മഹായുദ്ധം എന്ന് മുതൽ എന്ന് വരെയാണ്? 1914 തൊട്ട് 18 വരെ. വെഴ്സായി സന്ധി എന്നാണ്? വെഴ്സായി സന്ധി 1919. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടാക്കിയ സമാധാന സംഘടന ഏതാണ്? സർവ്വരാജ്യ ലീഗ് ഓഫ് നേഷൻസ്. 1920. പിന്നീട് സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കാൻ 14 പോയിന്റുകൾ പ്രപ്പോസ് ചെയ്ത് ഉഡ്രോ അമേരിക്കൻ പ്രസിഡന്റ്. ശരി, അടുത്തത്. അപ്പൊ 1916 ഒളിമ്പിക്സ് നടന്നില്ല. കാരണം 1-ാം ലോക മഹായുദ്ധത്തിന്റെ ഇടയിൽ നടക്കൂല, അവിടെ ബോംബിടും. അതുകൊണ്ട് പ്രശ്നമാണ്. അടുത്ത 1940-44 2-ാം ലോക മഹായുദ്ധം. 40-ലും 44-ലും 1939 2-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 45-ല് 2-ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ യുദ്ധത്തിനിടയിൽ എവിടെയെങ്കിലും ഒളിമ്പിക്സ് നടത്താൻ പറ്റും? അപ്പൊ 2 ലോക മഹായുദ്ധങ്ങൾക്കിടയിൽ 3 പ്രാവശ്യം ഒളിമ്പിക്സ് നടന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ആ ഒളിമ്പിക്സുകളുടെ നമ്പറുകൾ നമ്മൾ കൂട്ടുന്നുണ്ട്. അതുകൂടെ ചേർത്താണ് 33 എത്തുന്നത്. അത് കറക്റ്റാണ്. അതൊരു നല്ല നോളജാണ് ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയണ ഇപ്പൊ 1896, 900, 904, 908 ഇങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം. ശരിയല്ലേ? 33ാമത്തെ ഒളിമ്പിക്സിൽ ഈ വേദിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നടന്നതായിട്ട് തന്നെയാണ് അവര് സങ്കല്പിക്കുന്നത്. കാരണം ഈ യുദ്ധമായി പോയി. പക്ഷേ സാറേ, അതിൽ പലരും പറയണുണ്ട് ഇന്ത്യ അടുത്തടുത്ത് 6 ഒളിമ്പിക്സിൽ സ്വർണം നേടിയെന്ന്. അത്
തെറ്റാണ്. കാരണം 3 ഒളിമ്പിക്സ്, 2 നടന്നില്ല അതിന്റെ ഇടയ്ക്കുള്ള 2 ഒളിമ്പിക്സ്. ശരിയാണ്. 3 ഒളിമ്പിക്സിൽ തുടരെ മാത്രമാണ് ഇന്ത്യ സ്വർണ്ണ മെഡൽ നേടിയത് ഹോക്കിയിൽ. 1928 നമ്മൾ ഈ പരിപാടി തുടങ്ങി. 28, 32, 36, അതുപോലെ തന്നെ 48, 52, 56, 60 വെള്ളി മെഡൽ. അവസാന സ്വർണം നേടിയെന്നാണ്. അവസാനം 1980 അവസാനമായിട്ട് ഹോക്കിയിൽ സ്വർണം നേടിയത്. അത് കഴിഞ്ഞ 80 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2 വെങ്കലമാണ് കിട്ടിയത്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വെങ്കലം കിട്ടിയത്. ശരിയല്ലേ? അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് നോളജാണ്. ശരിയല്ലേ? ശരി. ഇനി നമുക്ക് എന്തെങ്കിലും ഇനി വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയ രാജ്യം. വനിതാ ഫുട്ബോൾ അമേരിക്ക. ഏത് ഈ വനിതാ ഫുട്ബോളിൽ എവിടെ എന്തിനെന്ന് പറയണ്ടേ? ഒളിമ്പിക്സ് അങ്ങോട്ട് നോക്കി. വനിതാ ഫുട്ബോളിൽ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ രാജ്യം അമേരിക്ക. ഏത് ഒളിമ്പിക്സില്? 33ാമത് പാരീസ് ഒളിമ്പിക്സ്. എങ്കിൽ 2023 വേൾഡ് കപ്പ് ജയിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ വനിതാ വേൾഡ് കപ്പ് ജയിച്ച രാജ്യം സ്പെയിനാണ്. തോൽപ്പിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ആദ്യമായിട്ട് വനിതാ വേൾഡ് കപ്പ് വന്ന വർഷം എന്ന് പറഞ്ഞാൽ 1991. അത് അന്ന് അമേരിക്കയാണ് ചാമ്പ്യന്മാരായത്. ഏറ്റവും കൂടുതൽ ചാമ്പ്യന്മാരായത് അമേരിക്കയാണ്, 4 പ്രാവശ്യം. പുരുഷ ഹോക്കിയിൽ ഒളിമ്പിക്സിൽ ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ സ്വർണം നേടിയ നെതർലൻഡ്സ് ആണ്. വനിതാ ഹോക്കിയിൽ സ്വർണം നേടിയത് നെതർലൻഡ്സ് തന്നെയാണ്. അപ്പോ ഞാൻ ഒന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈ നെതർലൻഡ് ഏത് ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പിലാണ്. നെതർലൻഡിന്റെ തലസ്ഥാനം ഏതാ? ആംസ്റ്റർഡാം. ഈ ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം നെതർലൻഡാണ്. ശരിയല്ലേ? ഈ നെതർലൻഡിലുള്ള ഹേഗ് എന്തിനാണ് പ്രശസ്തം? അന്തർദേശീയ ആസ്ഥാനം. അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ആകെ ജഡ്ജിമാർ എത്ര? 15 ജഡ്ജിമാർ. എത്ര കാലാവധി? 9 വർഷത്താണ്. അങ്ങനെയാണെങ്കിൽ ഈ നെതർലൻഡുകാരെയാണ് ഡച്ചുകാരെന്ന് വിളിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. നെതർലൻഡുകാരെയാണ് ഡച്ചുകാരെന്ന് വിളിക്കുന്നത്. ഈ നെതർലൻഡിന്റെ ഏറ്റവും വലിയ സംഭാവന, അല്ലെങ്കിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന മലബാറിക്കസ്. അതാരാണ് രൂപകൽപ്പന ചെയ്തത്? എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? ആംസ്റ്റർഡാം. എവിടെയാണ്? നെതർലാൻഡ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ലാറ്റിൻ ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. അല്ലേ? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ശരി. ഇനി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ താരം? അത് മൈക്കിൾ ഫെലിക്സ് ആണ്. എത്ര സ്വർണ്ണമാണ്? ഒരു ഒളിമ്പിക്സിൽ 8 സ്വർണം. മൊത്തത്തില് 23 സ്വർണം, 3 വെള്ളി, 2 വെങ്കലം. അങ്ങനെ മൊത്തം 28 മെഡലുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ. മൈക്കിൾ ഫെലിപ്സിന്റെ പേരിലുണ്ടോ? അതെ. അമേരിക്കയിലെ നീന്തൽ താരമാണ്. ശരിയല്ലേ? ശരിയാണ്. ശരി. ഇന്റർനാഷണൽ നമുക്ക് ഇയാൾക്ക് കിട്ടിയ എല്ലാം കൂടെ ഇന്ത്യക്ക് കിട്ടിയില്ല. ലോകത്തിലെ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം, ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം. ഈ പ്രശസ്തമായ ഈ രാജ്യത്തിന് മൈക്കൽ ഫെൽപ്സിന് മാത്രം കിട്ടിയ സ്വർണം നാളിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടോ? നമുക്ക് അഭിമാനിക്കാൻ. കേരളം അതിന് തുടക്കം ഇട്ടിട്ടുണ്ട്. കേരളം അതിന് തുടക്കമിട്ടിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനോട് ഒന്ന് സഹായിച്ചാൽ മതി. സഹായിച്ചാൽ ഈ സ്കൂളുകളിൽ നിന്ന് നമുക്ക് മിന്നൽ വേഗത്തിൽ പോകുന്ന ചെറുപ്പക്കാരികളെയും കണ്ടെത്താം. കുതിച്ചിടുന്ന ചാട്ടക്കാരെ കണ്ടെത്താം. അതിന് ഇന്ത്യ ഗവൺമെന്റിലൂടെ സഹായിക്കണം ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ. അങ്ങനെ ഒളിമ്പിക്സിന്റെ ഒരു ഹബ്ബായി അത് മാറും. നമ്മളെ ഈ കൊച്ചു കേരളം മാറും. 38,863 സ്ക്വയർ കിലോമീറ്റർ, 15,005 സ്ക്വയർ മൈലിൽ കിടക്കുന്ന ഈ ഒരു ചെറിയ ഭാർഗവ ക്ഷേത്രത്തിന് ഒളിമ്പിക്സിന് വഴികാട്ടാൻ ഇന്നല്ലെങ്കിൽ നാളെ സാധിക്കും. അന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരി. അടുത്തത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിച്ച ആദ്യ വനിത? ഇന്ദിരാഗാന്ധി. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ നേടിയ ആദ്യ വനിത? ഇന്ദിരാഗാന്ധി. വർഷം 1983. ഈ ക്വസ്റ്റ്യൻ IAS ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യും. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഗോൾഡ് ഒളിമ്പിക് ഓർഡർ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ആദ്യ വനിത ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി ആയിരിക്കണോ ഈ അവാർഡ് കിട്ടിയത്? അതന്നെ 1983. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. അതെ. 1984 ഒക്ടോബർ 31
അവരെ വധിച്ചത്. വധിച്ചത്. ശരി. അപ്പോൾ 1983 സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1980 മുതൽ 84 വരെ പ്രധാനമന്ത്രിയായിട്ട് തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ 83 പ്രധാനമന്ത്രിയാണ്. പിന്നെ ഓർക്കേണ്ട വേറൊരു പോയിന്റ്, 1983 ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത്. ഇന്ത്യ ആദ്യമായിട്ട് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വർഷം ചോദിച്ചാൽ 1983. ഏത് ക്രിക്കറ്റ് ലോകകപ്പ്? ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 1983. 1983 ലോകകപ്പിൽ, അതായത് ആദ്യമായിട്ട് ഒരു ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന താരം ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ചോദിച്ചാൽ കപിൽ ദേവ് ആയിരുന്നു. കപിൽ ദേവ് അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. കപിൽ ദേവ്, ഹാരി കെയ്ൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ രേഷ്മ, ഇന്ദിരാഗാന്ധിക്ക് ഒരു അവാർഡ് കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ശരിയല്ലേ? അതെ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിച്ചിട്ട് ആ ചോദ്യം ഏത് പരീക്ഷയ്ക്ക് ഏത് ജില്ലയിൽ ചോദിച്ചെന്നുകൂടെ നിങ്ങൾ പറയണം. നിങ്ങൾ ചുമ്മാ ഈ ആളുകളെ കളിയാക്കാൻ പറ്റില്ല. നിങ്ങൾ ആപ്പെടുക്കത്താളെ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പരസ്യം നടത്താൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചതാണോ ഇല്ലയെന്ന് നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. 2003 LDCയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക് ഓർഡർ ലഭിക്കുന്ന ആദ്യ വനിത ഇന്ദിരാഗാന്ധി. 1983 ഈ അവാർഡ് കിട്ടുന്നത്. അതുപോലെ 2003 LDC ചോദിച്ചു. അതെ, 2003 LDC. പലരും ജനിച്ചിട്ടില്ല. ഒരു പഠിക്കാൻ പോണ പലരും ജനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ശരി, ആയിക്കോട്ടെ. അതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇപ്പോൾ അഭിനവ് ബിന്ദ്രയ്ക്ക് ഒരു മെഡൽ കൊടുത്തല്ലോ. അതെ, ഒളിമ്പിക് ഓർഡർ നൽകിയത് അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അഭിനവ് ബിന്ദ്രയ്ക്കാണ് ഒളിമ്പിക് ഓർഡർ നൽകി ഇപ്പോൾ ആദരിച്ചത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ 142ാം സമ്മേളനത്തിലാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് ഒളിമ്പിക് ഓർഡർ നൽകിയത്. ഈ അഭിനവ് ബിന്ദ്ര എന്ന് കേട്ടപ്പോൾ ഷൂട്ടിംഗ് താരം മനസ്സിൽ ഓടിപ്പോയത് 2008 ബീജിംഗ് ഒളിമ്പിക്സ്. ഇന്ത്യക്ക് ആദ്യം ഒരു വ്യക്തിഗത സ്വർണം നേടിത്തന്ന താരമാണ് 2008 ബീജിംഗ് ഒളിമ്പിക്സ് അഭിനവ് ബിന്ദ്ര. അത് അത്ലറ്റിക്സിനാണോ അതേ ഗെയിംസിനാണോ? അത് ഗെയിംസിനാണ് കിട്ടിയത്. ഗെയിംസിനാണ് കിട്ടിയത് അഭിനവ് ബിന്ദ്ര. അത്ലറ്റിക്സിനോ? നീരജ് ചോപ്ര. ഏതിനത്തിന്? ജാവലിൻ ത്രോ അല്ലേ? ഓഗസ്റ്റ് 7. കൈത്തറി ദിനവും ഓഗസ്റ്റ് 7 തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിന്റെ ഫൈനൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? മിൽഖാ സിംഗ് ആണ്. ആദ്യ ഇന്ത്യൻ വനിതയാണ് നമ്മൾ PT ഉഷ എന്ന് പറയുന്നത്. ഫ്ലൈ സിക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? മിൽഖാ സിംഗ് ആണ്. ശരി. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സ് 2024 പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഒളിമ്പിക്കിന്റെ ഷെഫ് ദേ മിഷൻ ആരാണെന്നാണ് ചോദ്യമെങ്കിൽ ഗഗൻ നാരാങ്. ഒന്നെങ്കിൽ ഷെഫ് ദേ മിഷൻ എന്ന് കാണും, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സംഘത്തലവൻ ആരാണെന്ന് ചോദിച്ചാലും ഗഗൻ നാരാങ് ആണ്. അദ്ദേഹം 2012 മെഡൽ നേടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് താരമാണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ആകെ പങ്കെടുത്ത 206 രാജ്യങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ ആകെ പങ്കെടുത്തത്. എത്ര മലയാളികൾ ഉണ്ടായിരുന്നത്? 7 മലയാളികൾ. 7 മലയാളി അംഗങ്ങൾ. ശരി. ആദ്യമായിട്ട് ഒളിമ്പിക്സിന് വേദിയാകുന്ന ഏഷ്യൻ രാജ്യം ഏതാണ് സൂരജ്? ജപ്പാനാണ്. ആദ്യമായിട്ട് 1964 ജപ്പാനാണ് ഒളിമ്പിക്സിന് വേദിയാകുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നിവിടെ ഒരു പരീക്ഷണം നടത്തിയതാണ്. കാരണം ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനിൽ അവതരിപ്പിച്ച ആ ക്ലാസ്സിൻ്റെ ഒരു ചോദ്യോത്തര പരിപാടിയാണ് ഇവിടെ നടത്തിയത്. ഈ ചോദ്യോത്തര പരിപാടി ഫലപ്രദമായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ വെട്ടി തുറന്ന് എഴുതണം. എന്നാൽ മാത്രമേ ഈ ക്ലാസ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഏതായാലും എല്ലാ പരീക്ഷകൾക്കും ഉതകുന്ന രീതിയിൽ ഇവിടെ ലെവലില്ല അല്ലേ? ഇവിടെ ലെവലില്ലാതെ നിൽക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് ലാസ്റ്റ് ഗ്രേഡും കിട്ടാം, LDCയും കിട്ടാം, പോലീസും കിട്ടാം, SIയും കിട്ടാം, BDOയും കിട്ടാം, എല്ലാം കിട്ടാം. കാരണം ആ രീതിയിൽ അധ്യാപകർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് പിന്നെ സവിസ്തരമായി ഒരു പഠനം നിങ്ങൾ നടത്തണം. എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും.